ആക്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കരുത് എന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും. ഗാസ ഇസ്രായേൽ പോരാട്ടം വിതയ്ക്കുന്ന കെടുതികൾ ലോകത്തിൻ്റെ വിങ്ങലായി നിൽക്കുന്നു. അതിനിടയിൽ മറ്റൊരു യുദ്ധം മേഖലയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇസ്രായേലിനോട് അനുഭാവമുണ്ടെങ്കിലും ഇറാൻ ഇസ്രായേൽ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന് അമേരിക്കയും ആഗ്രഹിച്ചു. കാരണം ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ നിൽപ്പ്. ഇറാനെയല്ല, ഹിസ്ബുള്ളയെയാണ് ഏറ്റവും ഭയക്കേണ്ടത്. ശത്രുവിനെതിരെ മുൻപിൻ നോക്കാതെ ആക്രമണം ഹിസ്ബുള്ള അഴിച്ചുവിടും. ഇറാനുമായി ചെറിയ ഉരസലുണ്ടായപ്പോൾ പോലും ഹിസ്ബുള്ള അതിരൂക്ഷമായാണ് പ്രതികരിച്ചത്. അപ്പോൾ ശരിക്കും ഇറാൻ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ എന്താമോ അവസ്ഥ? സൈനിക ശക്തിയിൽ മുന്നിലാണ് ഇസ്രായേൽ. എന്നാൽ മാസങ്ങളായി തുടരുന്ന ഹമാസുമായുള്ള പോരാട്ടത്തിനൊപ്പം ഇറാൻ ആക്രമണം കൂടി എത്തുമ്പോൾ അതിനെ ഇസ്രായേൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയണം. ഇറാൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ശ്രമമാവും ഇസ്രായേൽ നടത്തുക. ആദ്യ ആക്രമണം പോലും ഇതിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ പ്രദേശത്തിന് സമീപമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഭാവിയിൽ ഇസ്രായേലിൻ്റെ ആക്രമണ തന്ത്രം എന്താകുമെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സംഘർഷത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാടും നിർണായകമാകും. ഇരുപക്ഷവും നിൽക്കാതെ നിഷ്പക്ഷ നിലപാടാവും ഈ രാജ്യങ്ങൾ സ്വീകരിക്കുക. ഇറാൻ്റെ സുപ്രധാനമായ വ്യോമതാവളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് 350 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ. ഇവിടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമഗതാഗതത്തിനടക്കം ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇസ്ഫഹാൻ, ഷിറാസ്, തെഹ്റാൻ നഗരങ്ങൾക്ക് മുകളിലൂടെയുള്ള വ്യോമഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നീക്കം നടത്തിയതായി അമേരിക്ക സ്ഥിരീകരിച്ചു. എന്നാൽ എന്തുതരം ആക്രമണമാണ് നടത്തിയതെന്ന് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചിരുന്നതായും അവർ പറഞ്ഞു. സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയാണ് ഇസ്രായേലിൽ ഇറാൻ ഏപ്രിൽ 14 ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത്. 300-ലധികം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര പങ്കാളിയായ ഇന്ത്യയെ കൂടുതലായി സംഘർഷം ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ അവസരത്തിലാണ് ഇറാൻ ഇസ്രായേൽ ശത്രുതയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ 32ാമത്തെ വലിയ വ്യാപാര പങ്കാളി ഇസ്രായേലായിരുന്നു. അതായത് ആകെ വ്യാപാരമായ $1167 ബില്യൺ 0.9% ഇസ്രായേലുമായിട്ടായിരുന്നു. വിദേശ ബന്ധങ്ങളെക്കുറിച്ചുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണത്തിൽ ഏഷ്യയിൽ ഇസ്രായേലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ 2ാമത്തെ വ്യാപാര പങ്കാളിയെന്നും ആഗോളതലത്തിൽ 7ാമത്തെ പങ്കാളിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.